പണം നൽകി ഡോക്ടറെ പീഡിപ്പിച്ച കേസിൽ റാപ്പർ വേടനെതിരെ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായ ദളിത് യുവതിയാണ് പരാതിക്കാരി. വേടൻ എന്ന ഹിരൺദാസ് മുരളി ശാരീരികമായും സാമ്പത്തികമായും തന്നെ ചൂഷണം ചെയ്തെന്നാണ് യുവതിയുടെ പരാതി. PG ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് യുവതി വേടനെ പരിചയപ്പെട്ടത്. വേടന്റെ പാട്ടുകളോടും മറ്റും ഇഷ്ടം തോന്നി യുവതി അങ്ങോട്ട് മെസ്സേജ് അയക്കുകയായിരുന്നു. പിന്നീട് ഫോൺ നമ്പറുകൾ കൈമാറി. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് വേടൻ തന്നോട് പറഞ്ഞിരുന്നതായി യുവതിയുടെ പരാതിയിലുണ്ട്. ഒരിക്കൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇയാൾ വിളിച്ചു. അന്ന് ഉച്ചയ്ക്ക് വേടൻ യുവതിയുടെ ഫ്ളാറ്റിൽ എത്തുകയും ചെയ്തു. സംസാരിക്കുന്നതിനിടെ ചുംബിച്ചോട്ടെ എന്ന് വേടൻ ചോദിച്ചു. താൻ സമ്മതിച്ചു. എന്നാൽ ചുംബിച്ചതിന് പിന്നാലെ വേടൻ തന്നെ കിടക്കയിലേക്ക് തള്ളിയിട്ടു. ബലാത്സംഗം ചെയ്തു. വിവാഹം കഴിച്ചോളാമെന്നും പറഞ്ഞു. 3 ദിവസത്തിന് ശേഷമാണ് ഇയാൾ ഫ്ളാറ്റിൽ നിന്ന് പോയത്. പലവട്ടം പണം നൽകി. നിരവധി തവണ ഫ്ളാറ്റിൽ തങ്ങി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. 2022-ൽ താൻ കൊച്ചിയിൽ ജോലിയിൽ പ്രവേശിച്ചെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു. കൊച്ചിയിലെ ഫ്ളാറ്റിലും വേടനെത്തി. ദിവസങ്ങളോളം തങ്ങി. ഈ സമയവും ലൈംഗികമായി ഉപദ്രവിച്ചു. 2023 മാർച്ചിൽ സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ വെച്ചും ലൈംഗികമായി ഉപയോഗിച്ചു. ജൂലൈ 14-ന് കൊച്ചിയിലെ ഹോട്ടലിൽ സംഗീത ദിശയിൽ പങ്കെടുക്കാനെത്തുമെന്ന് പറഞ്ഞാണ് മടങ്ങിയത്. എന്നാൽ വന്നില്ല. തുടർന്ന് താൻ വേടന്റെ സുഹൃത്തുക്കളെ വിളിച്ചു. ജൂലൈ 15-ന് വേടൻ 3 സുഹൃത്തുക്കൾക്കൊപ്പം ഫ്ളാറ്റിലെത്തി. താൻ ടോക്സിക് ആണെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു. മറ്റുള്ള പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ തന്നെ അനുവദിക്കുന്നില്ലെന്നും വേടൻ സുഹൃത്തുക്കളോട് പറഞ്ഞതായി യുവതി ആരോപിക്കുന്നു. നമുക്ക് പിരിയാമെന്ന് പറഞ്ഞ വേടൻ ഫ്ളാറ്റിൽ നിന്ന് മടങ്ങിയെന്നും പരാതിയിലുണ്ട്. അതിനിടെ യുവതിയുമായി വേടൻ പിരിയാനുള്ള കാരണവും പുറത്തു വന്നിട്ടുണ്ട്. ലൈംഗിക വൈകൃതമുള്ള വേടൻ നിരവധി പെൺകുട്ടികളെ ചൂഷണം ചെയ്തിരുന്നു. ഒരിക്കൽ ഈ ഡോക്ടറുടെ സുഹൃത്തിനെ വേടൻ കണ്ടു. ആ സുഹൃത്തിനെയും തനിക്ക് വേണമെന്ന് ഡോക്ടറോട് വേടൻ ആവശ്യപ്പെട്ടു. രണ്ടുപേരെയും ഒരേ സമയം വേണമെന്നതായിരുന്നു ആവശ്യം. ഇത് കേട്ട ഡോക്ടർ വിഷാദത്തിന് അടിമയാവുകയായിരുന്നു. ഈ സമയത്ത് തന്നെയാണ് മീറ്റു ആരോപണങ്ങളും മറ്റും സജീവമായത്. ഇതോടെ ഡോക്ടർക്ക് വേടന്റെ വൈകൃതം തിരിച്ചറിഞ്ഞു. തന്റെ ശരീരത്തോടെ വേടൻ കാട്ടിയ ക്രൂരതകളെ കുറിച്ചുള്ള ചിന്ത ഡിപ്രഷനിലെത്തിച്ചു. ദീർഘകാലം ചികിത്സയിലായി. അതിനുശേഷമാണ് മീറ്റു ആരോപണ വിധേയയുടെ അനുഭവം അറിഞ്ഞത്. ഇതോടെ ഇനി ആർക്കും വേടന്റെ ശല്യം ഉണ്ടാകരുതെന്ന് ഉറപ്പിച്ചാണ് മൊഴി നൽകിയത്. ബന്ധത്തിന് തെളിവായി ഗൂഗിൾ പേ ഇടപാടും കൈമാറി. നല്ല സാമ്പത്തിക ചുറ്റുപാടിൽ നിന്നുള്ള ഡോക്ടറാണ് പരാതിക്കാരി. ദളിത് വിഭാഗത്തിൽ നിന്നുള്ളതായത് കൊണ്ട് തന്നെ അതേ പരിഗണനയിൽ പോലീസ് അന്വേഷണവും നടത്തും. അതിനിടെ വേടൻ ഒളിവിൽ പോയെന്നും സൂചനകളുണ്ട്. മുൻപ് വേടൻ ഒരു പരിപാടിക്ക് 2 ലക്ഷം രൂപയാണ് വാങ്ങിയിരുന്നത്. എന്നാൽ പുലിനഖ കേസിലെ അറസ്റ്റ് ഉൾപ്പെടെ വന്നതോടെ 25 ലക്ഷമായി പ്രതിഫലം ഉയർത്തി. ഇതിനിടെയാണ് വെട്ടിലാക്കുന്ന ലൈംഗിക വൈകൃത കേസ് വരുന്നത്. നല്ല വിദ്യാഭ്യാസവും ഉന്നത ജോലിയുമുള്ള മാതാപിതാക്കളുടെ പിന്തുണയിലാണ് പരാതിക്കാരി കേസുമായി മുൻപോട്ട് വരുന്നത് എന്നതാണ് ശ്രദ്ധേയം.